ദർശനയുടെ ചിരി എങ്ങനെയാണെന്നറിയാം, മറ്റേ ദുർമന്ത്രവാദിനികളൊക്കെ ചിരിക്കൂലേ. ഞാൻ അങ്ങനെ ഒരു പടം ചെയ്യുമ്പോ ദർശനേനെ ദർശനേനെ ഡബ് ചെയ്യാൻ വിളിക്കും. ഈ ചൂലിലൊക്കെ പോകുന്ന ദുർമന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു. ഞാനിപ്പോ ഒരെണ്ണം ഇതൊരു ഇന്റർവ്യൂ ആണ്. കമോൺ, ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതിന് അതിന്റേതായ മര്യാദകളും രീതികളും. കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് വേണം. കറക്റ്റ്. കാല് മടങ്ങുന്നില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ കാല് താഴെ എത്തൂല. അപ്പൊ മോസ്റ്റ് സ്റ്റേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ കാല് വേദന എടുത്തു, അതുകൊണ്ട് മടക്കി വെക്കുന്നു. ഒരു പ്രശ്നം. എനിക്ക് 2 ഇഞ്ച് കൂടുതലാണ് എന്റെ പൊക്കം. അതെ, പാട്ടൊക്കെ പാടില്ലേ? അപ്പൊ ഇതിലെന്തെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട്, ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും പാട്ട് പാടാന്നുള്ളതാണ് ദർശനയുടെ പുതിയ എല്ലാ സിനിമയിലൊന്നും ഞാൻ പാട്ട് പാടാറില്ല. ദർശന എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് അഭിനയിച്ച്, സ്വന്തമായിട്ട് പാടി, സ്വന്തം പേരിൽ അഭിനയിച്ചിട്ടുള്ള ഏക നടി ലോകത്ത്. വേറെ ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സെറ്റ്. പക്ഷെ ഇതില് പാടിയിട്ടുണ്ട്. അങ്ങനെ ആവണമെന്നില്ലല്ലോ, അത് റിയാലിറ്റി അല്ലേ. എന്ത് എനിക്കറിയില്ലടാ ഉണ്ടോന്ന്. നമ്മൾ അന്നും ആലോചിച്ചായിരുന്നു. ഇല്ല, ലോകത്ത് വേറെ ആരുമില്ല. ലോകത്ത് നിനക്ക് അതിന് മറ്റേ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഓക്കെ, അല്ലാണ്ട് പുറത്തൊക്കെ നിനക്കറിയോ? അങ്ങനെ ഇങ്ങനെ ഇത്രയും ചീപ്പായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ദർശനയുടെ ചിരി കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ മര്യാദക്ക് പറയാ കോമഡി. ഇത്രയും ചീപ്പായിട്ട് ആരും ലോകത്തില്ല. ദർശനയുടെ ചിരി നിർത്തിച്ചറിയാം. എന്റെ ചിരിനെ കളിയാക്കുന്ന ദർശനയുടെ ചിരി എങ്ങനെയാണെന്നറിയാം, മറ്റേ ദുർമന്ത്രവാദിനികളൊക്കെ ചിരിക്കൂലേ. ഞാൻ അങ്ങനെ ഒരു പടം ചെയ്യുമ്പോ ദർശനേനെ ഡബ് ചെയ്യാൻ വിളിക്കും. ഈ ചൂലിലൊക്കെ പോകുന്ന ദുർമന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു. സത്യമായിട്ട് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല. അതാണ് ദർശനയുടെ ചിരിക്ക് ഭയങ്കര ഐഡന്റിറ്റിയാണ്. ജോണി ചേട്ടന്റെ ഇന്റർവ്യൂ ചിരി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിരുന്നു. ജോണി ചേട്ടന്റെ ചിരി എന്ന് പറയുന്നത് കാറിന്റെ കീ സ്റ്റാർട്ട് ആവുന്ന പോലെയാണ്. അതായത് രാവിലെ ഒക്കെ എണീറ്റിട്ട് നമ്മള് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ വണ്ടി ഓൺ ആവില്ലല്ലോ, അപ്പൊ നമ്മള് കീട്ട് തിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ചിരി ജോണി ചേട്ടന്റെ. അങ്ങനെ കുറെ ചിരി. ഇന്ന് ദർശന ഒരു റീൽസ് അയച്ചു തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അതായത് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ചിരികളുള്ള ആൾക്കാരെല്ലാം കൂടി എന്തോ ഷോ ആണ്, ഫ്രാൻസിലോ അങ്ങാണ്ട് ഒരു ഷോ. അതിൽ ഇതേപോലെ എല്ലാ വിയേർഡ് ചിരികളെ എല്ലാരും ഒരുമിച്ച് ഇരുത്തിയിട്ട് അതിലെല്ലാരും എന്ത് ഭയങ്കര പൊളിയാണ്. കാക്ക കരയുന്നു, പട്ടി കരയുന്നു. കേട്ടോ ഇതൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ചിരിക്കുന്ന ആൾക്കാര്. ഇതൊക്കെ ഉള്ള ചിരികളാ. നെക്സ്റ്റ് ടൈം ഞങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനും ബേസിലും പോകും. ജോണി ചേട്ടൻ ഞങ്ങൾ 3 പേരും കൂടെ കേരള റെപ്രസെന്റ് ചെയ്ത് നമുക്ക് പോവാം. അത് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ അതിന് വേണ്ടിട്ട് ഒരു 3-4-5 പേര് എല്ലാരും.